ഹായ് ഓൾ. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് മൊഡ്യൂളിലെ പോർഷൻസ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫിഫ്ത്ത് മൊഡ്യൂൾ വരുന്നത് ട്രാൻസ്ഡ്യൂസേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, സെലക്ഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്, അതുപോലെ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസേഴ്സ്, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ട്രാൻസ്ഡ്യൂസർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ സെലക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്ലൈഡ്സിൽ കുറച്ച് കൂടുതൽ പോയിൻറ്റ്സ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട്സ് എ ട്രാൻസ്ഡ്യൂസർ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൺ ഫോം ഓഫ് എനർജി, ഒരു എനർജിയുടെ ഒരു ഫോമിൽ നിന്ന് അനദർ ഫോം ഓഫ് എനർജിയിലേക്ക് മാറ്റുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോ മെക്കാനിക്കൽ ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് ഓർ ഫോട്ടോണിക് ഓർ ഫോട്ടോവോൾട്ടൈക്, ഇറ്റ് ക്യാൻ കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ടു അനദർ, ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലേക്ക്. അപ്പോൾ നമ്മൾ സ്ട്രെയിൻ ഗേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ, നമ്മൾ ഫിസിക്സ് ലാബിൽ പണ്ട് പഠിച്ച പൊട്ടൻഷ്യോമീറ്റർ അല്ലേ? പൊട്ടൻഷ്യോമീറ്റർ കേട്ടിട്ടുണ്ടാവും. എന്താ പൊട്ടൻഷ്യോമീറ്റർ എന്താ ചെയ്യുന്നത്? നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൽ അതിൻ്റെ മുകളിലുള്ള റോഡ് മൂവ് ചെയ്യുന്നതിന് പ്രൊപ്പോർഷണലായിട്ട് റെസിസ്റ്റൻസിൽ വേരിയേഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഫോട്ടോ വോൾട്ടൈക് സെൽസ്, നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന PV സെൽസ്, സോളാർ പാനൽസ് ഒക്കെ കാണുന്നില്ലേ? അപ്പോൾ സോളാർ പാനൽസ് എന്താ ചെയ്യുന്നത്? ആക്ച്വലി കൺവേർട്സ് ലൈറ്റ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അപ്പം ഏതൊരു ഫോമിലുള്ള എനർജീനെ വേറൊരു ഫോമിലേക്ക് മാറ്റുന്ന ആ ഡിവൈസിനെയാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ ഈസ് എ ഡിവൈസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു കൺവേർട്ട് നോൺ ഇലക്ട്രിക്കൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലൈക്ക് ടെമ്പറേച്ചർ, സൗണ്ട് ഓർ ലൈറ്റ് into an electrical signal such as voltage and current. അതിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പം ട്രാൻസ്ഡ്യൂസറിൻ്റെ 1-2 ഡെഫിനിഷനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പം എന്താണ് ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ടു അനദർ ഫോം. അപ്പോൾ വാട്ട്സ് ആൻ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി, എനി ഫോം ഓഫ് എനർജി ടു ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് ലൈക്ക് വോൾട്ടേജ് ആൻഡ് കറണ്ട്, അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ട്, അങ്ങനെ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സിലേക്കാണ് മാറ്റുന്നതെങ്കിൽ അതിനെ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്. എന്താണ് ട്രാൻസ്ഡ്യൂസേഴ്സിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓൺ ദി ബേസ് ഓഫ് ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ അതായത് നമ്മൾ ഇപ്പം പൊട്ടൻഷ്യോമീറ്റർ പറഞ്ഞു, അതിലെന്താണ്? റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ്. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ നോബ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ആണ് വാരി ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. ഇനി ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്താണ്? നമ്മുടെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വേരി ചെയ്യുന്നതാണ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ കപ്പാസിറ്റീവ്, അതായത് ആ ഒരു ബേസ്ഡ് ഓൺ ദി ട്രാൻസ്ഡക്ഷൻ, അതാണ് 3 ക്ലാസിഫിക്കേഷൻ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും, അതുകൊണ്ടാണ് ഇപ്പം വേഗത്തിൽ പറയുന്നത്. ഇനി പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ, അതുപോലെ ആക്റ്റീവ് ആൻഡ് പാസീവ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഞാൻ വേറെ പറയണമെന്നില്ല, കാരണം ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് അനലോഗ് ആയിരിക്കും, ഡിജിറ്റൽ ആയിരിക്കും. അതുപോലെ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ ഇപ്പോൾ എക്സ് എന്നുള്ള ഒരു ഫോം ഓഫ് എനർജീനെ വൈ ആക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് വൈനെ എക്സ് ആക്കുന്നതാണ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പോൾ ഈ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, നോക്കാം. ആക്റ്റീവ് ആൻഡ് പാസീവ്, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷനാണ്. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ട്രാൻസ്ഡ്യൂസേഴ്സ് ഡോണ്ട് നീഡ് എനി എക്സ്റ്റേണൽ പവർ സോഴ്സ്, അതായത് എക്സ്റ്റേണൽ പവർ സോഴ്സ് ഒന്നും ആവശ്യമില്ലാത്ത ട്രാൻസ്ഡ്യൂസേഴ്സിനെയാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സെൽഫ് ഓപ്പറേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോവോൾട്ടൈക് സെൽസ്, അതുപോലെ തെർമോപൈൽസ്, തെർമോകപ്പിൾസ്. ഫോട്ടോവോൾട്ടൈക് സെൽ എന്താ ചെയ്യുന്നത്? ഇതാണ് ഫോട്ടോവോൾട്ടൈക് സെല്ല്. അപ്പം സൺലൈറ്റ് വരുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഇവിടുന്നൊരു DC വോൾട്ടേജ് കിട്ടും അല്ലേ?
അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ബാറ്ററിയോ അല്ലെങ്കിൽ AC സപ്ലൈയോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇറ്റ്സ് ഓൺ അല്ലെങ്കിൽ സെൽഫ് ജനറേറ്റിംഗ് ടൈപ്പായിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു പവർ സോഴ്സ് ആവശ്യമില്ലാത്തതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇനി പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്കൊരു എക്സ്ട്രാ പവർ സപ്ലൈ വേണം ഇതിൻ്റെ ഓപ്പറേഷന്. അപ്പോൾ മോസ്റ്റ്ലി DC പവർ സപ്ലൈ ഓർ ആൻ ഓഡിയോ ഫ്രീക്വൻസി ജനറേറ്റർ ഈസ് യൂസ്ഡ് ആസ് ആൻ എക്സ്റ്റേണൽ പവർ സോഴ്സ്. ഓക്കെ, എക്സാമ്പിൾ വരുന്നത് എന്താണ്? സ്ട്രെയിൻ ഗേജ്, റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ്, അതുപോലെ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ, തെർമിസ്റ്റർ, ഇതിനൊക്കെ നമ്മൾ എക്സ്റ്റേണൽ സപ്ലൈ ഒരു DC വോൾട്ടേജോ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ ഈ ട്രാൻസ്ഡ്യൂസേഴ്സ് വർക്ക് ചെയ്യൂ. നെക്സ്റ്റ് വരുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പം പ്രൈമറി സെക്കൻഡറിയിലൊന്നുമില്ല. സെർട്ടൻ ട്രാൻസ്ഡ്യൂസേഴ്സ് ഹാവ് മെക്കാനിക്കൽ ആസ് വെൽ ആസ് ഇലക്ട്രിക്കൽ ഡിവൈസ്. മെക്കാനിക്കൽ ഡിവൈസസ് ഉണ്ടാവും, ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉണ്ടാവും. അപ്പം ദ മെക്കാനിക്കൽ ഡിവൈസ് കൺവേർട്സ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ടു be measured into a mechanical signal, and such mechanical device is called primary transducers. Okay, and they deal with the physical quantity to be measured. അപ്പം ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്തതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളിപ്പം എന്താണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ പറഞ്ഞ പോലെ തന്നെ പൊട്ടൻഷ്യോമീറ്ററിലെ മൂവ്മെൻറ്റ് അതിനെയാണ് പ്രൈമറി ട്രാൻസ്ഡ്യൂസേഴ്സ്. അത് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ മെക്കാനിക്കൽ മൂവ്മെൻറ്റായിട്ട് മാറ്റുന്നത്, അതാണ് പ്രൈമറി. ഇനി സെക്കൻഡറി എന്താണ്? ദ ഇലക്ട്രിക്കൽ ഡിവൈസസ് ദെൻ കൺവേർട്ട്സ് ദിസ് മെക്കാനിക്കൽ സിഗ്നൽ ഇൻ ടു. അപ്പോൾ ഈ മെക്കാനിക്കൽ സിഗ്നലിനെ, അതായത് ഫസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എന്ത് ചെയ്തു? ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെക്കാനിക്കലാക്കി മാറ്റി. അപ്പോൾ ഇതാണെന്ത്? പ്രൈമറി ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇനി എന്ത് ചെയ്യും? ഈ മെക്കാനിക്കൽ മൂവ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. അപ്പോൾ ഈ രണ്ടാമത്തെ മെക്കാനിക്കൽ ടു ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സിനെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി ട്രാൻസ്ഡ്യൂസേഴ്സ് ദെൻ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, ഇനി ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇത് ഞാൻ പറഞ്ഞു എന്താണ്? നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ടു ഇലക്ട്രിക്കൽ, അതാണെന്ത്? ട്രാൻസ്ഡ്യൂസർ എങ്കിൽ ഇലക്ട്രിക്കൽ ടു നോൺ ഇലക്ട്രിക്കലാണ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, ഇതൊന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ. എന്തായിരിക്കും അനലോഗ്, എന്തായിരിക്കും ഡിജിറ്റൽ? ഇൻ അനലോഗ് ട്രാൻസ്ഡ്യൂസേഴ്സ് വിത്ത് വേരിയേഷൻ ഓഫ് ഇൻപുട്ട് ദർ ഇസ് എ കണ്ടിന്യൂസ് വേരിയേഷൻ ഓഫ് ഔട്ട്പുട്ട്. അതായത് ഇൻപുട്ട് വേരി ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു വേരിയേഷൻ ഉണ്ടാവും. അതായത് ഒരു അനലോഗ് മീറ്റർ പോലെ. ദീസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് കൺവേർട്ട് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി ഇൻ ടു ആൻ അനലോഗ് ഔട്ട്പുട്ട് വിച്ച് ഈസ് കണ്ടിന്യൂസ് ഫങ്ഷൻ ഓഫ് ടൈം. അതായത് കണ്ടിന്യൂസ് ഫങ്ഷൻ ഓഫ് ടൈം, അതായത് ഫുൾ ടൈം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് കാണും നമുക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ സ്ട്രെയിൻ ഗേജ്, തെർമോകപ്പിൾ ആൻഡ് തെർമിസ്റ്റർ. ഇപ്പോൾ സ്ട്രെയിൻ ഗേജിലെല്ലാം നമ്മൾ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്കെന്തുണ്ടാവും? ഔട്ട്പുട്ടിൽ ഒരു പെർട്ടിക്കുലർ ഇലക്ട്രിക്കൽ സിഗ്നൽസ് കിട്ടും. ഇൻ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ദ വേരിയേഷൻ ഓഫ് ഇൻപുട്ട് ദർ ഇസ് എ ഡിജിറ്റൽ ഓർ ഡിസ്ക്രീറ്റ് ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട്. അതായത് ഒരു കണ്ടിന്യൂസ് വേരിയേഷൻ ഉണ്ടാവില്ല, നേരെ മറിച്ച് എന്തെങ്കിലും ഒരു ഡിജിറ്റൽ റീഡിങ്സ് ആയിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾ ഡിജിറ്റൽ എൻകോഡർ, വൈബ്രേറ്റിംഗ് സ്ട്രിംഗ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇനിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ട്രാൻസ്ഡ്യൂസേഴ്സ് അക്കോർഡിംഗ് ടു ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിൾ. ഇപ്പോൾ ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിൾസ്, അപ്പോൾ ഇതിൽ ഓരോ ട്രാൻസ്ഡ്യൂസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ജസ്റ്റ് പറഞ്ഞു പോവാണ്, ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. അപ്പം ബേസ്ഡ് ഓൺ ട്രാൻസ്ഡക്ഷൻ വരുന്നതാണ് ഫസ്റ്റ് റെസിസ്റ്റീവ്, ദെൻ കപ്പാസിറ്റീവ്, ദെൻ ഇൻഡക്റ്റീവ്. ഈ 3 ട്രാൻസ്ഡ്യൂസേഴ്സ് ഉള്ളത്. അപ്പോൾ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്തായിരിക്കും? നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് എക്സാമ്പിൾ പറയുന്നതാണ് പൊട്ടൻഷ്യോമീറ്റർ. നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മോഷൻ കാരണം റെസിസ്റ്റൻസിലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ആ റെസിസ്റ്റൻസിലുണ്ടാകുന്ന ചേഞ്ചാണ് നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കിയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ദ ട്രാൻസ്ഡ്യൂസേഴ്സ് in which resistance changes due to the change in some physical phenomena. അപ്പോൾ സ്ട്രെയിൻ ഗേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്ററിൽ എന്താണ്? നമ്മുടെ നോബ് മൂവ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസിലാണ് മാറ്റം ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ മെക്കാനിക്കൽ
ആ മൂവ്മെൻറ്റിനെ റെസിസ്റ്റൻസ് ചേഞ്ച് ആക്കി കൺവേർട്ട് ചെയ്തു. അതാണ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് പൊട്ടൻഷ്യോമീറ്റർ. നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, പൊട്ടൻഷ്യോമീറ്റർ കഴിഞ്ഞ് വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ. ഒരു സ്ലൈഡ് മിസ്സിംഗ് ആണ്, അപ്പോൾ ഞാനത് പറയാം. പൊട്ടൻഷ്യോമീറ്റർ കഴിഞ്ഞാൽ ഒന്ന് സ്ട്രെയിൻ ഗേജ്. സ്ട്രെയിൻ ഗേജിൽ എന്താണ്, നമ്മളൊരു പ്രഷർ കൊടുക്കുമ്പം സ്ട്രെയിൻ ഗേജ് ഞാൻ പറഞ്ഞു, ഒരു പ്രഷർ കൊടുക്കുമ്പം അതിൻ്റെ ലെങ്ത് ഏതെങ്കിലും ഒരു വയറിൻ്റെ ആണെങ്കിൽ അതിൽ പ്രഷർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യും അല്ലേ. ആ ലെങ്ത് ചേഞ്ച് ചെയ്യുമ്പം റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊന്നാണെന്ത്, ടെമ്പറേച്ചർ സെൻസിങ്ങിൽ ടെമ്പറേച്ചർ കൂടുന്ന ടൈമിൽ ചിലപ്പോൾ റെസിസ്റ്റൻസ് കുറേയൊക്കെ ചെയ്യില്ലേ. അപ്പം ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉണ്ട് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് വെച്ച് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്ലൈഡ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പോൾ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 പ്ലേറ്റ്സ് ആണ് കപ്പാസിറ്റർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡൈഇലക്ട്രിക്സ് ഉണ്ട്. അപ്പം ഈ പ്ലേറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് അങ്ങോട്ട് C=ε/A/d കപ്പാസിറ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യാം അല്ലേ. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ in which the variable capacitance they are used for measuring the linear displacement. In this transducer the capacitance changes due to change in some physical phenomenon into electrical signals. അപ്പോൾ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഒന്നും പറയുന്നില്ല, ഫിസിക്കൽ ഫിനോമിനാസിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പം കപ്പാസിറ്റൻസിനൊരു ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ കപ്പാസിറ്റൻസിന് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് ഓപ്പറേഷണൽ ഫോഴ്സ് ലെസ് ആണ്, ഹൈ സെൻസിറ്റിവിറ്റി, എന്താണ്, ഹാസ് ഗ്രേറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ്. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിനുണ്ട്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, പെർഫോമൻസ് ഈസ് അഫക്റ്റഡ് ബൈ ഡേർട്ട് ആൻഡ് അതർ കണ്ടാമിനേഷൻസ്, അതുപോലെ സെൻസിറ്റിവിറ്റി ടു ടെമ്പറേച്ചർ വേരിയേഷൻസ്. ഇതാണ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇനി വരുന്നത് ഈ സ്ലൈഡ് മാറിപ്പോയതാണ്. റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിൽ വരുന്ന സ്ലൈഡാണ് സ്ട്രെയിൻ ഗേജും തെർമിസ്റ്ററും. അപ്പോൾ തെർമിസ്റ്ററിൽ എന്താണ്, തെർമിസ്റ്റർ ഈസ് എ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ അല്ല. തെർമിസ്റ്റേഴ്സ് ആർ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റേഴ്സ് ഓർ റെസിസ്റ്റൻസ് വേരി സിഗ്നിഫിക്കൻ്റ്ലി വിത്ത് ടെമ്പറേച്ചർ. ഇപ്പോൾ ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് വേരി ചെയ്യും. അപ്പോൾ ആ റെസിസ്റ്റൻസ് വേരി ചെയ്യുമ്പോൾ നമുക്ക് അതുവഴി ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് വേരിയേഷനായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടെമ്പറേച്ചറിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പോൾ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ദീസ് ട്രാൻസ്ഡ്യൂസേഴ്സ് വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾസ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇറ്റ് മേ ബി സെൽഫ് ജനറേറ്റിംഗ് ടൈപ്പ് ഓർ പാസീവ് ടൈപ്പ്. അതായത് സെൽഫ് ജനറേറ്റിംഗ് ടൈപ്പാണ്. എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക്കൽ ജനറേറ്റർ പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ സെൽഫ് ജനറേറ്റിംഗ് ടൈപ്പ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ജനറേറ്റർ പ്രിൻസിപ്പിൾ എന്താണ്, നമ്മളതിൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പം കണ്ടക്ടേഴ്സ്, നമ്മൾ ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ നിങ്ങൾ പഠിച്ചാണ്, ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആർമേച്ചർ കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവും. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും അല്ലേ, നമ്മുടെ ജനറേറ്ററിൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് അല്ലെങ്കിൽ ഫ്ലക്സ് കട്ട് ഉണ്ടാകുമ്പോഴാണ് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഇലക്ട്രിക്കൽ ജനറേറ്റർ പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ സെൽഫ് ജനറേറ്റിംഗ് ടൈം ദാറ്റ് വെൻ ദർ ഇസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ എ കണ്ടക്ടർ ആൻഡ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡും ഒരു കണ്ടക്ടറും തമ്മിലൊരു റിലേറ്റീവ് മോഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഒന്നിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ കണ്ടക്ടർ മൂവ് ചെയ്താൽ മതി. എന്ത് ചെയ്യും, ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് എ മാഗ്നറ്റിക് ഫീൽഡ് എ വോൾട്ടേജ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ. കണ്ടക്ടറിൽ എന്തുണ്ടാവും, ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്താണ്, ആ റിലേറ്റീവ് മോഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ദിസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് കണ്ടക്ടർ ഈസ് സപ്ലൈഡ് ബൈ ചേഞ്ച് ഇൻ ഇറ്റ്സ് മെഷറൻറ്റ്. അതായത് ഈ റിലേറ്റീവ് മോഷൻ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി, മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് മാറ്റാൻ പറ്റും. ഒരു എക്സാമ്പിൾ ടാക്കോമീറ്റർ. ടാക്കോമീറ്റർ എന്താണ്, നമ്മൾ ടാക്കോമീറ്റർ സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ മോട്ടറിൻ്റെയൊക്കെ. അപ്പോൾ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ടാക്കോമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
എന്ത് പറ്റും, ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എത്ര സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും അല്ലേ. ഒരു എക്സാമ്പിളാണ് ടാക്കോമീറ്റർ. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ട്രാൻസ്ഡക്ഷൻ. ഇൻ ദിസ് ടൈപ്പ് ദ മെഷർമെൻറ്റ് ഈസ് കൺവേർട്ടഡ് ടു എ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ by a change in the magnetic flux in the absence of excitation. Okay, these transducers are എന്താണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ചേഞ്ച് ഇൻ ഫ്ലക്സ് ഈസ് ഡൺ ബൈ ദ മോഷൻ ബിറ്റ്വീൻ എ പീസ് ഓഫ് മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റ്. അതായത് ഒന്നുമില്ല, എന്താണ് മെഷർമെൻറ്റ് ഈസ് കൺവേർട്ടഡ് ടു എ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ബൈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. അങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ട്രാൻസ്ഡക്ഷൻ. അപ്പം 15 minutes ആയി. അപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. അപ്പം അടുത്തത് സെലക്ഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ഓക്കെ.